നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എറണാകുളം തമ്പനത്തെ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബർ നിഹാദിനെ പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. തൊപ്പിയുടെ ഡ്രൈവർ ജാബറിൽ നിന്നുമാണ് MDMA പിടിച്ചെടുത്തത്. നിലവിൽ തൊപ്പി പ്രതിയല്ലെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. പക്ഷേ പോലീസിന് കുറെ കൂടി സംശയങ്ങൾ ഇപ്പോൾ പുതുതായി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. തൊപ്പിയുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം നിഹാദിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി റിപ്പോർട്ടും തേടുകയാണ്. ഇങ്ങനെ ഈ യൂട്യൂബർ, നമുക്കറിയാം, ഒരുപാട് ഫോളോവേഴ്സുള്ള യൂട്യൂബറാണ്. ഇയാൾ കുരുക്കിലേക്കാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇവിടെ ഈ തൊപ്പി എന്നറിയപ്പെടുന്ന ആൾ, ഇയാൾ പ്രതിയല്ല എന്ന ആദ്യഘട്ടത്തിൽ പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിന് കൂടുതൽ അന്വേഷണത്തിൽ എന്തെങ്കിലും പുതുതായി കണ്ടെത്തി എന്നുള്ളതാണോ? ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്താണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്? അതായത് രഞ്ജിത്ത്, ഈ MDMA പിടിച്ചെടുത്ത കേസിൽ അത് 16-ാം തീയതിയാണ് ഇവരുടെ ഫ്ളാറ്റിൽ നിന്ന് MDMA പിടിച്ചെടുക്കുന്നത്. അതുപോലെ ഇയാളുടെ ഡ്രൈവറുടെ പക്കൽ നിന്നുമാണ് MDMA പിടിച്ചെടുക്കുന്നത്. ഇതേ തുടർന്ന് ആണ് മുൻകൂർ ജാമ്യവുമായി തൊപ്പിയും കൂട്ടുകാരും, അതായത് 2 വനിതാ സുഹൃത്തുക്കൾ ഉൾപ്പെടെ 3 പേരാണ് കോടതിയെ സമീപിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചത്. ആ കാര്യത്തിൽ കോടതി ഇന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇവരുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിലാണ് കോടതിയിൽ ഈ നിഹാദ് പ്രതിയായിട്ടില്ല നിലവിൽ എന്ന് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിഹാദിനെ ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിഹാദിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ അത് CI നമ്മളോട് അത്തരത്തിലാണ് പ്രതികരിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ തൊപ്പിയും 2 വനിതാ സുഹൃത്തുക്കളും ഒളിവിലാണ് നിലവിലുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പാലാരിവട്ടം പോലീസിനോട് കോടതി തേടിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ നമുക്കറിയാം, അശ്ലീല ചുവയുള്ള സംഭാഷണ ശൈലി ഉപയോഗിച്ചതിന് യൂട്യൂബിൽ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടും അല്ലാതെ സമൂഹ മാധ്യമങ്ങളുടെയും അത്തരത്തിലുള്ള സംഭാഷണ ശൈലിയും പ്രത്യേകിച്ചും സ്ത്രീകളെ ലൈംഗിക അധിക്ഷേപത്തോടെ സംസാരിക്കുന്ന രീതിയും ഒക്കെ വന്നതുകൊണ്ട് തന്നെ നിരവധി കേസുകളിൽ നിഹാദ് പ്രതിയായിട്ടുണ്ട്. തൊപ്പി എന്നുള്ള തൻ്റെ ഈ പേര് ഉപേക്ഷിക്കുകയാണ് എന്ന് ഇടയ്ക്കൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ എന്തായാലും നിഹാദിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി കണക്കിലെടുത്ത് തന്നെയാവണം പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് മാറിയത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് തമ്പനത്തെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് MDMA പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നിഹാദിൻ്റെ ഡ്രൈവറുടെ പക്കൽ നിന്നുമാണ് പിടിച്ചെടുത്തിട്ടുള്ളതും. ഇങ്ങനൊരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനെ ഭയന്ന് തൊപ്പിയും സുഹൃത്തുക്കളും മുൻകൂർ ജാമ്യം നൽകുന്നു. മുൻകൂർ ജാമ്യത്തിൽ കോടതി റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഇയാൾക്കെതിരെയും അന്വേഷണം വേണം, കൂടുതൽ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് തൊപ്പിയെ വിധേയനാക്കണം എന്നുള്ള ഒരു മാനദണ്ഡം, ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. രഞ്ജിത്ത്, ഈ തൊപ്പി എന്ന് പറയുന്ന ആൾ നമുക്കറിയാം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരു യൂട്യൂബർ കൂടിയാണ്. ഇയാൾക്ക് എതിരെ ഈ കേസ് ഉണ്ടായപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ ചർച്ചയായ പശ്ചാത്തലമുണ്ടല്ലോ. ആജ്ഞ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇയാൾ പ്രതിയല്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസിൻ്റെ അന്വേഷണം ഒരുപക്ഷെ കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയേക്കാം. ഡിസംബർ 4-നകം റിപ്പോർട്ട് നൽകാനാണ് ഈ വിഷയത്തിൽ പാലാരിവട്ടം പോലീസിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾക്കൊപ്പം സുഹൃത്തുക്കളായ 3 യുവതികളും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഡാൻസ് ഓഫ് സംഘം നടത്തിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ ഈ രാസലഹരി പിടികൂടുന്നു. ഇതിന് പോലീസ് കേസെടുത്തതിന് പിന്നാലെ തൊപ്പിയും സുഹൃത്തുക്കളും ഒളിവിൽ പോകുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. അടുത്തിടെ താൻ തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്നും യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിവരാനുള്ള ശ്രമമാണെന്നും ഒക്കെ അയാൾ യൂട്യൂബിലൂടെ പറഞ്ഞു. അങ്ങനെ ഇയാളുടെ ഓരോ ചെയ്തികളും, ഇയാൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നിയമത്തിന്, ഈ പറഞ്ഞതുപോലെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കുന്നതല്ല എന്ന് തോന്നലുമുണ്ട്. അതുമാത്രമല്ല പല സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിന് സ്വാഭാവികമായിട്ടും ഡാൻസ് ഓഫ് സംഘത്തിനടക്കം കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, കാരണം അങ്ങനെ ഒരു കണക്കുകൂട്ടൽ കൂടി മുന്നിലെടുത്തിട്ടായിരിക്കണം പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിർദ്ദേശം നിഷ്കർഷിച്ചിട്ടുണ്ടാവുക. കാരണം
MDMA പിടിച്ചെടുത്തത് തൊപ്പിയുടെ തന്നെ ഡ്രൈവറിൽ നിന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തൊപ്പിയും ഈ വനിതാ സുഹൃത്തുക്കളും അടക്കം ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, അറസ്റ്റിനെ ഭയന്ന് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാലാരിവട്ടം CI ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതായത് തൊപ്പിയെ കൂടി ഈ കാര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തണം, കൂടുതൽ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പാലാരിവട്ടം CI അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ 4-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയെ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതും. മാത്രമല്ല, ഈ ഡാൻസ് ഓഫ് സംഘം കണ്ടെത്തിയ MDMA തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്നുമാണ്, ഈ തൊപ്പിയുടെ ഡ്രൈവറിന്റെ കയ്യിൽ നിന്നുമാണ് ഈ MDMA കണ്ടെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. അങ്ങനെ ഒരു കണക്കിലെടുപ്പും ഇവരുടെ ഒളിവിൽ പോക്കും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കൂടുതൽ ഈ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയേക്കാവുന്ന തെളിവുകൾ അല്ലെങ്കിൽ അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം കോടതിക്ക് മുൻപാകെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചതും അങ്ങനെ തന്നെയാണ്. കോടതി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലാണ്, മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലാണ് കൂടുതൽ പരിശോധന വേണം എന്നൊരു നിർദ്ദേശം കൂടി പോലീസ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കെതിരെ ലൈംഗികാധിക്ഷേപത്തോടെ സംസാരിക്കുക, അതല്ലെങ്കിൽ അശ്ലീല ചുവയോടുകൂടിയുള്ള സംഭാഷണങ്ങൾ യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലായാലും അത്തരത്തിൽ സംഭാഷണങ്ങൾ നടത്തുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേരത്തെ തന്നെ തൊപ്പിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അറസ്റ്റിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യം അതുണ്ടായിരുന്നു. ഈ ഒരു മുൻകാല പുള്ളിയുടെ ഹിസ്റ്ററി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം, ഒരു ക്രൈം ഹിസ്റ്ററി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം പോലീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ കയ്യിൽ നിന്നും MDA കണ്ടെത്തുന്ന അല്ലെങ്കിൽ രാസലഹരി കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിൽ തൊപ്പിയും കൂട്ടുകാരും ഒളിവിൽ പോകുന്ന സാഹചര്യവും അതുപോലെ മുൻകൂർ ജാമ്യാപേക്ഷ തേടുന്ന ഒരു അപേക്ഷയും കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കും ഒരു പക്ഷേ പോലീസ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും തൊപ്പി കുടുങ്ങുമോ എന്ന കാര്യത്തിൽ ഇനി കാത്തിരുന്ന് കാണണം. കാരണം പോലീസിന് നിർണായകമായ പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തൊപ്പിയുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇയാൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബറാണ്. ഇയാൾക്ക് വലിയ സ്വാധീനമുണ്ട്. കുറേ ആളുകൾ ഇയാളുടെ ആരാധകരൊക്കെയാണ്. കണ്ണൂർ ശൈലിയിലുള്ള സംസാരമുണ്ട് ഇയാൾക്ക്. സമൂഹ മാധ്യമങ്ങളുടെ ആരാധകരെ സൃഷ്ടിച്ച ആളാണ്. അശ്ലീല സംഭാഷണത്തിലടക്കം വിമർശനവും അറസ്റ്റും നേരിട്ടിട്ടുണ്ട്. യൂട്യൂബിൽ 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഈ തൊപ്പി എന്ന് പറയുന്ന ആൾക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കുട്ടികളാണ് ഇയാളുടെ ആരാധകരിൽ കൂടുതലും. സ്ത്രീകളുടെ ഈ ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്നതും ഒക്കെ ഏറെ വിമർശനത്തിനിടയാക്കിയ പശ്ചാത്തലമുണ്ട്. അങ്ങനെ തൊപ്പി എന്ന മാന്യനായിരുന്ന ഒരാൾ ഇപ്പോൾ കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒളിവിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചേർത്ത് വെക്കണം. ജാമ്യാപേക്ഷയിൽ കോടതി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡിസംബർ 4-നകം റിപ്പോർട്ട് നൽകണം എന്ന് പാലാരിവട്ടം പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കളായ 3 യുവതികളും ഈ വിഷയത്തിൽ സമാനമായ അവസ്ഥയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരെല്ലാം ഒളിവിലാണ്. നിയമത്തിന് ഇവരാരും വിധേയരാകുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കൊച്ചിയിൽ ട്രാക്കോ കേബിൾ ജീവനക്കാരൻ്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി സഹപ്രവർത്തകർ. ജീവനക്കാരനായ P. ഉണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിൽ ശമ്പളം മുടങ്ങിയിട്ട് 15 മാസമായെന്ന് ജീവനക്കാർ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഉണ്ണി ആത്മഹത്യ ചെയ്തതെന്നും സഹപ്രവർത്തകർ ആരോപിച്ചു. ഇന്നലെ ഉച്ചയായപ്പോഴാണ് സംഭവിക്കുന്നത്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഉണ്ണി വളരെ 15 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഇതിൽ 11 മാസമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് സാലറി ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഡിപ്രഷനിലായിരുന്നു ശമ്പളം കിട്ടാത്തതിൻ്റെ. അതുപോലെ പല തൊഴിലാളികളും ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട് ഞങ്ങളെല്ലാവരും വളരെ യൂണിറ്റുകളുടെ ഉൾപ്പെടെ ചെന്ന് സമാധാനിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പോന്നിട്ടുള്ളത്. ഇത് 6 മാസം മുമ്പ് വരെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഞങ്ങളെ വിളിച്ചിട്ട് ഇതൊരു ന്യായമായിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫോ പാർക്ക് അതിന് നോട്ട് വിട്ടിട്ടുണ്ടെന്നുള്ളതിലൊക്കെ സംസാരിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും സംതൃപ്തരായിരുന്നു. കമ്പനി വിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാക്കേജ് ഞങ്ങൾ രക്ഷിക്കുന്നുള്ളതിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സമ്മതം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ഈ കഴിഞ്ഞ ദിവസം തിരുവല്ല യൂണിറ്റിൽ MD വരികയും, ഞങ്ങൾക്ക് 3 യൂണിറ്റ് ഉണ്ട്, തിരുവല്ല യൂണിറ്റ് പിന്നെ ഒരു കണ്ണൂരുണ്ട്. ഈ തിരുവല്ല യൂണിറ്റിൽ MD വരികയും MD വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പാക്കേജും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു മാനസിക പീഡനത്തിലായിരിക്കാം
ഉണ്ണി മരണപ്പെട്ടത്. 6 മാസം മുമ്പ് മന്ത്രി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു പാക്കേജ് നൽകാമെന്ന് ഞങ്ങളെ തൊഴിലാളി യൂണിയൻ നേതാക്കൾ വിളിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്ന ധാരണയായതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അതിന് വിരുദ്ധമായിട്ടാണ് MD തിരുവല്ല യൂണിറ്റിൽ ചെന്നുകൊണ്ട് ഈ പാക്കേജ് തരില്ല എന്നുള്ള പ്രഖ്യാപനം ഉണ്ണി അറിയുകയുണ്ടായത്. ഉണ്ണിയടക്കം ഞങ്ങളെല്ലാവരും അറിയാതില്ല. അതിന്റെ മനോഷത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അറിയും. ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ യൂണിയൻ ആവശ്യപ്പെട്ട് ഞങ്ങളെല്ലാ യൂണിയൻ ആവശ്യപ്പെട്ടാണ് MD വാക്ക് വലിക്കാത്തതിൻ്റെ ഉണ്ണിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഉത്തരവാദി MD MD അറസ്റ്റ് ചെയ്യണമെന്ന്. നമുക്ക് ശമ്പളം കിട്ടലില്ല. യാദർശികമായിട്ട് എല്ലാവരും ഇതിന്റെ വക്കിലെത്തിക്കാണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ MD പോയി കണ്ടിരുന്നു. MD കണ്ടപ്പോൾ ഞാൻ നേരിട്ട് പറഞ്ഞതാണ്, കമ്പനിയിലെ തൊഴിലാളികൾ ആത്മഹത്യ വക്കീലാണ്, ആരെങ്കിലും ആത്മഹത്യ ചെയ്യും എന്ന് അദ്ദേഹത്തിന് സൂചന കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ യൂണിയന്റെ ഇതിൽ പോയി കണ്ടിരുന്നു MD. അന്ന് ഞാൻ ഈ MD എന്നിട്ട് എൻ്റെ കൈക്ക് പിടിച്ചിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ എന്ന് ഉള്ള രീതിയിൽ ഈ MD എന്നോട് സംസാരിച്ചാണ്. അത് നടക്കുകയുണ്ടായി. ഇപ്പോൾ 3-4 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു തൊഴിലാളി ആത്മഹത്യാശ്രമം നടത്തുന്നുണ്ടായി ഞങ്ങളുടെ ഇവിടെ. അതായത് ഞങ്ങളുടെ ഇരിക്കുന്ന സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമറിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാനുണ്ടായും. അതിൻ്റെ പേരിൽ യൂണിറ്റുകളുടെ അടക്കം ചെന്ന് ഞങ്ങൾ പിന്തിരിപ്പിച്ച് കൊണ്ടുപോയത്. അങ്ങനെ പല സംഭവം. ഇനി ഉണ്ണിമാരെ ആവർത്തിക്കപ്പെടരുത്, ഒരു ഉണ്ണി ഇവിടെ ഉണ്ടാവരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മരണകാരണം അറിയില്ലെന്നും 245 കോടി രൂപയുടെ നഷ്ടമുള്ള ട്രാക്കോ കേബിളിനായി സർക്കാർ പല ആലോചനകളും നടത്തിയിരുന്നതായും മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇൻഫോ പാർക്കിനായുള്ള സ്ഥലം കൈമാറ്റ പദ്ധതിക്ക് എതിരെ ജീവനക്കാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അത് എന്തായാലും ദുഃഖകരമായൊരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. പക്ഷെ ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്കറിയാൻ കഴിയില്ല എൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. പക്ഷെ എന്താണെങ്കിലും ആ കാരണം പരിശോധിക്കേണ്ടത് തന്നെ അവരുടെ സാഹചര്യവും. പിന്നെ ഇപ്പോൾ ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെന്റിനും അത് നല്ല ധാരണയുണ്ട്. 245 കോടി രൂപയാണ് ട്രാക്കോ കേബിളിന്റെ സഞ്ചിത നഷ്ടം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 30 കോടി രൂപ സഹായമായി തന്നെ ട്രാക്കോ കേബിളിന് നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കേസ് കാരണം പിന്നെ അതിന്റെ ഒരു തീരുമാനത്തിലെത്താതെ തുടർ നടപടിയിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മറ്റ് പാക്കേജും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. അത് നിങ്ങൾ കുടുംബവുമായിട്ട് സംസാരിച്ചാലേ അതിനറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് എൻ്റെ പശ്ചാത്തലം എന്നുള്ളത്. അവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ എന്താണ്, കുടുംബത്തിന് മറ്റ് വരുമാന മാർഗങ്ങളുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ MD ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ പോവുകയും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, മന്ത്രിയുടെ വിശദീകരണം ഇരിക്കട്ടെ. കാരണം വ്യവസായ മന്ത്രിയാണ്, ഇതിനപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം സഹായങ്ങൾ നൽകിയത് മാത്രമാണ് ഒരു മന്ത്രിക്ക് വളരെ പ്രധാനമായി ഉള്ളത് എന്നുള്ളതാണ്. മറുവശത്ത് ഈ ജീവനക്കാർ പറയുന്നത് നമ്മൾ കേൾക്കണം, സഹപ്രവർത്തകർ പറയുന്നത് കേൾക്കണം. ഇനിയൊരു ഉണ്ണി ആവർത്തിക്കരുത് എന്നവർ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടാകാം. 15 മാസമായി ശമ്പളമില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ട്രാക്കോ കേബിൾസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഇത്തരമൊരു ആത്മഹത്യ വേണ്ടി വന്നു ഈ വാർത്ത ചർച്ച ചെയ്യാൻ. എന്താണ് പറയുന്നത് ഈ ജീവനക്കാർ? എന്താണ് ഈ ഉണ്ണിയെ ഇങ്ങനെ ഒരു ചെയ്തിക്ക് പ്രേരിപ്പിച്ചത്? രഞ്ജിത്ത, ഈ ജീവനക്കാരുടെ വാക്കുകൾ തന്നെ അതിൽ വളരെ പരമപ്രധാനം തന്നെയാണ്. കാരണം അവർക്ക് അറിയാവുന്ന ഒരാളാണ്, അവർക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സഹപ്രവർത്തകനാണ്. ഇന്ന് അയാൾ ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം അവർക്ക് അറിയാവുന്ന കാരണങ്ങളാണ് അവർ പറയുന്നത്. കാരണം അദ്ദേഹം അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ, അത്തരം യാഥാർത്ഥ്യങ്ങളെല്ലാം തന്നെ അവർക്ക് കൃത്യമായി അറിയാവുന്നത്. കാരണം നമ്മൾ തൊട്ടടുത്തിരുന്ന ഒരാൾ ഈ അടുത്ത ദിവസം അടുത്ത മണിക്കൂറുകൾ വരെയും ഇരുന്ന് പറയുന്നത് അയാളുടെ വ്യഥകളാണ്. കാരണം അയാൾ പങ്കുവെച്ച കാര്യങ്ങളാണ്. അതത്രയും അയാളുടെ സങ്കടങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞ 15 മാസത്തോളമായി അയാൾക്ക് ശമ്പളം എന്ന് പറയുന്ന തുക കിട്ടിയിട്ട് അതുമൂലമുള്ള വൈഷമ്യങ്ങൾ അയാൾ അനുഭവിക്കുന്നുണ്ട്. ജീവിതഭാരം വളരെ വലുതാണ്. അത്തരം കാര്യങ്ങൾ പറയുന്നു. മകളുടെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അതെല്ലാം കടന്നു വരികയും ചെയ്യുന്നു. ഇവർക്കെല്ലാം പ്രതീക്ഷയായി ഉണ്ടായിരുന്നത് ആ ഇൻഫോ പാർക്കിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതും സാങ്കേതികമായ ചില നടപടികളിലെല്ലാം തന്നെ കുടുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവൻ്റെ ഒരു ശബ്ദം തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഉണ്ണിയുടേതെന്ന് സഹപ്രവർത്തകർ പറയുന്നു. അത് തന്നെയാണ് അയാൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് അറിയാവുന്നത്, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അവർ കേട്ടതുമെല്ലാം ഇദ്ദേഹത്തിൽ നിന്ന് ഈ വാക്കുകൾ തന്നെയാണ്. പലരും പങ്കുവയ്ക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഈ ഉണ്ണിയെപ്പോലെ തന്നെ പലരും തന്നെയുണ്ട് ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ. അപ്പോൾ
പരസ്പരം അവരെ ഏതാണ്ട് ഒരു കൗൺസിലിംഗ് നൽകുന്ന പോലെ പരസ്പരം അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങ് കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. പക്ഷേ ഉണ്ണിയെ ആ ദിവസത്തിൽ നിന്ന് ഒരു ദിവസം കുതറി മാറുന്നു. ആ ദിവസം ഉണ്ണി ജീവൻ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നു. ഇതാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. അവരുടെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ഇത് കൃത്യമായും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒന്നുകൊണ്ട് മാത്രമുണ്ടായ കാര്യമാണ് എന്നത് അവർ തറപ്പിച്ച് പറയുന്നു. ഞങ്ങൾക്ക് അറിയാവുന്നത് അത്തരം പ്രയാസങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഉണ്ണിയുടെ ഒരു മരണകാരണം എന്ന് പറയുന്നത് ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങൾ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനും മന്ത്രിക്കുമെതിരെയെല്ലാം അവരുടെ രൂക്ഷമായ ഭാഷയിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നത്. കാരണം ശക്തമായ പ്രതിഷേധം തങ്ങൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ ആ പ്രതിഷേധം തങ്ങൾക്ക് വർദ്ധിപ്പിച്ച വലിയ രീതിയിലേക്ക് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നവർ പറയുന്നു. അതിൻ്റെ കാരണവുമെല്ലാം ഇത് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കണം. അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ശേഷം ഒരു സമരപരിപാടികൾക്ക് വിപുലമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു സമരപരിപാടികളിലേക്ക് കൂടുതൽ തൊഴിലാളികളുടെയും സംഘടനകളുടെയും പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി നൽകുന്ന വിശദീകരണങ്ങളുണ്ട്. അത് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായ ഒരു പ്രതികരണങ്ങൾ തന്നെയാണത് ഉള്ളത്. കാരണം അദ്ദേഹത്തിന് അവിടെ നൽകിയ സഹായങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം തന്നെയാണ് വിശദീകരിക്കുന്നത്. ഒപ്പം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം, ആത്മഹത്യയുടെ ഒരു കാരണം അത് വ്യക്തമല്ല, അത് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വീട്ടുകാരിൽ ചോദിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നതും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് സ്ഥലം കൈമാറ്റം അടക്കമുള്ളൊരു കാര്യമുണ്ട്. അതിൽ സുപ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, അതിൽ ഇപ്പോൾ കോടതിയിൽ ചില നടപടികളുണ്ട്. കോടതി വ്യവഹാരങ്ങളുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് പ്രധാനമായും തന്നെയും അത് ഈ സ്ഥലം കൈമാറ്റം എന്ന രീതിയിലുള്ളൊരു ആശയത്തിലാണ് അത് ഉന്നി നിൽക്കുന്നത്. പക്ഷേ ഇത് സ്ഥലം കച്ചവടം എന്ന രീതിയിലേക്ക്, സ്ഥലം വിൽപ്പന നടത്തുന്നു എന്ന രീതിയിലാണ് പലരും പ്രചരിപ്പിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നു. അത് ശരിയല്ല. പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരണകളിൽപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളും ചില യൂണിയനുകളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ തങ്ങളുടേതായ അവകാശങ്ങൾ, കാര്യങ്ങൾ, ഈ നഷ്ടങ്ങളെല്ലാം നികത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാവൂ. അതുമാത്രവുമല്ല, സ്ഥലം കൈമാറ്റം സ്ഥലം വിൽപ്പന നടത്തരുതെന്നും ചെയ്യരുത് എന്നും അവർ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അതൊരു തർക്ക വിഷയം എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വിഷയങ്ങൾക്ക് ചില തടസ്സങ്ങളെല്ലാം തന്നെ നേരിടുന്നുണ്ട്. ആ തടസ്സങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ പോയത്. അത് ആ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ അത് ഒരു കാരണമായി എന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്തായാലും നിലവിൽ സ്ഥിതി തൊഴിലാളികളുടേത് 15 മാസമായി അവർക്ക് ശമ്പളമില്ലാതെ ഈ മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി പറഞ്ഞത് 30 കോടിയോളം രൂപ ഈ സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. 245 കോടി രൂപയുടെ നഷ്ടത്തിൽ പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിനുവേണ്ടി ചില പാക്കേജുകൾ തയ്യാറാക്കുന്നു. കാരണം ഇത് 3 ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ലയിലും അതോടൊപ്പം തന്നെ ഇരുമ്പനത്തും കണ്ണൂർ പിണറായിയിലും 3 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂരിലേത് ലാഭകരമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തിരുവല്ലയിലെയും ഇരുമ്പനത്തെയും യൂണിറ്റുകൾ ലയിപ്പിക്കുക എന്നതാണ്. അത് തിരുവല്ലയിലേക്ക് മാറ്റുക, ഒപ്പം ഇവിടുത്തേത് ഇൻഫോ പാർക്കിനായി സ്ഥലം വിട്ടുകൊടുക്കുക എന്നൊരാശയത്തിൽ ഊന്നിയുള്ളതായിരുന്നു. അതിൽ ഇരുമ്പനത്തേക്ക് പോകാൻ തിരുവല്ലയിലേക്ക് പോകാൻ കഴിയാത്ത ഇരുമ്പനത്തെ തൊഴിലാളികൾക്ക് അവർക്ക് സ്വയം പിരിഞ്ഞു പോകുന്നതിനടക്കമുള്ള പാക്കേജുകളടക്കം തയ്യാറാക്കി വരികയുമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് അടക്കം തീരുമാനമെടുക്കേണ്ട വിഷയമായതിനാൽ സങ്കീർണമായത് നീണ്ടുപോവുകയാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തായാലും ഈ ഒരു മരണം ദുഃഖകരം തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. അതിൽ വലിയ പ്രതിഷേധമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. കൃത്യമായി ഇടപെടേണ്ടവർ ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങിയെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ നമുക്കിന്ന് മന്ത്രി പറഞ്ഞൊരു കാര്യം ഇതിനകം ചർച്ച ചെയ്യണം ഡാനി. കാരണം മറ്റൊന്നുമല്ല, മന്ത്രി പറയുന്നത് നിങ്ങൾ കുടുംബത്തോട് ചോദിച്ചോ, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ കുടുംബത്തോട് ചോദിച്ചോ, കുടുംബം എന്താണ് മറുപടി പറഞ്ഞത്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ ആത്മഹത്യക്ക് കാരണമായത്, ഞങ്ങൾ 250 കോടി രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, ജീവനക്കാരുടെ കേസാണ് ഇതുമായി ബന്ധപ്പെട്ട പാക്കേജിന് തടസ്സമായത്. അങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഈ കുടുംബത്തെ സന്ദർശിക്കാനോ അവരുടെ വിഷമതകൾ കേൾക്കാനോ ഇനിയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകാതിരിക്കാനോ ആശ്വാസകരമായ ഒരു വാക്ക് പോലും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, സർക്കാരിൻ്റെ ഉടമസ്ഥരുള്ള പൊതുമേഖലാ സ്ഥാപനം ജീവനക്കാരൻ ആത്മഹത്യ ചെയ്യുമ്പോഴും അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം കൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം ഡാനി. രഞ്ജിത്ത്, അത് തീർച്ചയായും അതും ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ആ രീതിയിലുള്ളൊരു പരാമർശങ്ങൾ, കാരണം ഇനി എന്താ ട്രാക്കോ കേബിളിലെ ജീവനക്കാർക്ക് മുന്നിൽ
ഇനി എന്താണ് വഴി എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ഉത്തരം നൽകുന്നില്ല എന്നത് തന്നെയാണ് സത്യം. അത് വകുപ്പ് മന്ത്രിക്ക് പോലും അതിനൊരു കൃത്യമായൊരു ദിശാസൂചിക നൽകാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് അവർ ചെയ്യേണ്ടത്? കാരണം ഈ സമരത്തിലേക്ക് പോകുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പലരുടെയും അവസ്ഥ വളരെ മോശമായ പരിതാപകരമായ അവസ്ഥയിലേക്ക് വരുമ്പോഴും ട്രാക്കോ കേബിളിന് വേണ്ടി സർക്കാരിൻ്റെ പക്കൽ ഒരു ഫോർമുലയില്ലേ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. നേരത്തെ ഉണ്ടാക്കിയത് ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന് ചില സാങ്കേതിക നടപടികൾ വന്നു എങ്കിൽ പിന്നെ ആ കേസ് നൽകിയ തൊഴിലാളികളോ തൊഴിലാളി സംഘടനകളോ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു വിശദീകരണത്തിനോ അല്ല എങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ സമീപിക്കുന്നത്, അതിന് കൃത്യമായൊരു ഉത്തരം തങ്ങളുടെ പക്കലുണ്ട് എന്ന് വിശദീകരിക്കാൻ പോലും സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. എങ്കിൽ അവർക്ക് കേസ് പിൻവലിച്ചുകൊണ്ട് മറ്റു നടപടികളിലേക്കെല്ലാം പോവുകയും ചെയ്യാം. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഇതുവരെയും അതിനെക്കുറിച്ചൊന്നും പരാമർശിച്ചിട്ടുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടേണ്ടവരുടെ ഒരു മൗനം തന്നെ വളരെ ദുരൂഹമാണ്. അതുതന്നെയാണ് ഇവിടെ തൊഴിലാളികളുടെ ആശങ്കയും വർദ്ധിപ്പിക്കുന്നത്. തങ്ങൾക്ക് ഇനി എന്താണ് തങ്ങളുടെ മുന്നിലുള്ളതെന്ന്. നിരവധിയായ തൊഴിലാളികൾ മറ്റു തൊഴിൽ മേഖലകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്ന് അവിടെ ഈ ഉണ്ണിയുടെ വീട്ടിലേക്ക് എത്തിയ പലരും തന്നെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ചിലർ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, മറ്റു ചിലർ വഴിയിൽ കരിക്ക് കച്ചവടം നടത്തുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് ജീവനോപാധിയായി മറ്റൊരു വഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു, കുടുംബം നിലനിർത്തേണ്ടിയിരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് മറ്റ് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ട്രാക്കോ കേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എന്നത് തന്നെയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തെ ഒരു സമാശ്വസിപ്പിക്കുക, ഇനി അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പകരം കുടുംബത്തിനോട് ചോദിക്കുക അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ എന്നെല്ലാം തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കുടുംബവും വലിയ പ്രതികരണങ്ങളിലേക്ക് വന്നിട്ടില്ല എന്നത് തന്നെയാണ്. ഇദ്ദേഹം CITUവിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരു ജീവനക്കാരനാണ്. അപ്പോൾ അത്തരം യൂണിയൻ പ്രവർത്തനങ്ങളുമായി കമ്പനിക്കകത്ത് സജീവമായിരുന്നതായി പറയുന്നുണ്ട്. പക്ഷേ ഇന്നും അവിടേക്ക് ഇന്ന് തൊഴിലാളികൾ ചോദിക്കുന്നുണ്ട്, ആ യൂണിയനിൽപ്പെട്ട ആരും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല, അവരത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്ന് നോക്കൂ എന്നെല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള മറ്റ് തൊഴിലാളി സംഘടനയിൽപ്പെട്ട ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള കുറ്റപ്പെടുത്തലും എല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മരണം അതീവ ദുഃഖകരം തന്നെയാണ്. അതിന് ഉത്തരവാദികൾ കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം മറുപടികൾ വൈകിയാൽ ഇനിയും ഉണ്ണിമാർ ഉണ്ടാകും. ആ കമ്പനിയെ സംബന്ധിച്ച കൂടുതൽ പേർ ദുരിതത്തിലേക്ക് ആകുന്ന അവസ്ഥയിലേക്ക് വരും. അത് തന്നെയാണ് ഇന്ന് അവിടെ കൂടിയ മുഴുവൻ തൊഴിലാളികളുടെയും സങ്കടം. അതാണ് കൃത്യമായ ഒരു ഉത്തരമില്ലെങ്കിൽ തങ്ങൾ ഇനി എന്ത് ചെയ്യും, ഉണ്ണിയുടെ അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത്, അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ട്രാക്കോ കേബിൾ ജീവനക്കാരനായ ഉണ്ണി എന്ന ആളുടെ മരണം അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷമതകളാണ് കുടുംബത്തിനും ഒപ്പമുള്ള ജീവനക്കാർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രശ്നം. 15 മാസമായി ശമ്പളം കിട്ടാത്ത ഒരു സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി കൊണ്ടിരുന്നത്. ഇനിയും ഈ ഗതി മറ്റാർക്കും വരരുതേ എന്നാണ് സഹജീവനക്കാർ അത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. Pittappalil Agency presents News 18 Kerala Dia 2024. സൈജോടെ സപ്പോർട്ട് ചെയ്തപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് സൈജോടെ നായനാവുന്നു ഞാൻ സപ്പോർട്ട് ചെയ്തു. പുറത്ത് നോക്കാൻ നടന്നാൽ നിങ്ങൾ ഞാൻ അടിക്കും. കോട്ടിട്ട് കണ്ടല്ലോ കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോൾ നമ്മൾ തന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും ചേട്ടാ പാത്രം കഴുകേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. പൊളിക്കാതിരിക്കാൻ പറ്റുമോ? മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരി വാഴണ പെണ്ണാള്. എല്ലാ സിനിമയിലും ഞാൻ സ്കൂളിലിരുന്നപ്പോഴാണ് ഞാൻ അവാർഡ് പ്രഖ്യാപിച്ചത്. അതിന്റെ എല്ലാ കാരണക്കാരൻ ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. Pittappalil Agencies presents News 18 Kerala Dia Digital Influencer Award 2024. Pittappalil Agencies, the most trusted name in TV, mobiles and appliances. Powered by Amrit Veni. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Co-powered by Ponkadir. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. And Reliance Industries Limited. Special partners Maharani Wedding Collections. Brides of Maharani.
Wedding festival from Maharani Wedding Collections, Todupuzha. Every bride is a Maharani. Petra Steel Doors. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. And Vinco's Curry Powder. Vinco's മസാലകൾ കറി പൗഡറുകൾ പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. Travel partner Switrus Holidays Private Limited. സ്വിട്രസ് യൂറോപ്യൻ ഗ്രൂപ്പ് ടൂറുകൾ ഇനി എല്ലാ ആഴ്ചയിലും. In association with UGS ഗ്രൂപ്പ്. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പരിശുദ്ധ സ്വർണത്തിന്റെ തിളക്കവുമായി സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. Sunidra, the joy of good sleep. MyG Future. Future is smart. സ്പോട്ട് ലൈവ് തുടരുന്നു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് വീണ്ടും പരിശോധന നടത്തിയേക്കും. പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായാണ് സൂചന. സൗബിന്റെ കൂടി ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസിന്റെ ഓഫീസിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ആദായ നികുതി അടയ്ക്കുന്നതിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇവിടെ ഈ സൗബിൻ എന്ന ആൾ, അദ്ദേഹത്തിന് ഒരു സിനിമയ്ക്ക് 100-200 കോടി രൂപയുടെ കളക്ഷൻ കിട്ടുന്നു. അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ വാർത്തയാകുന്നു. പക്ഷേ പിന്നീടാണ് പുറത്തു വരുന്നത് ഇയാൾ പടം നിർമ്മിച്ചത് തന്നെ മറ്റ് ആളുകളുടെ പൈസയ്ക്കായിരുന്നു. കൂടുതൽ ആളുകളുടെ നിന്ന് പൈസ കളക്ട് ചെയ്തു. 5 പൈസ പോലും ഇറക്കാതെ ചെലവ് കൂട്ടിക്കാണിച്ച് ഇത്തരത്തിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കുടുങ്ങുകയാണ്. 60 കോടിയുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധന എന്ന് പറയുമ്പോൾ മറ്റു തലങ്ങളിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകണമെന്നുള്ളതല്ലേ? അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഇതിൽ വ്യാപകമായിട്ട് തന്നെയും നിലനിൽക്കുന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് അത് സിനിമാ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. അത് ഈ കള്ളപ്പണം ഇവിടേക്ക് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റിപ്പോർട്ടുകളും സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ആദായ നികുതി വകുപ്പും ഈ രംഗത്തേക്ക് വരുന്നത്. അവരുടെ പ്രധാനമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൽ നടക്കുന്ന ഇടപാടുകൾ എന്താണ്, അതിൽ കൃത്യമായി നികുതി കൊടുക്കുന്നുണ്ടോ, എന്താണ് ഇതിലെ കണക്കിലെ വസ്തുതകൾ എന്നെല്ലാം സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണം തന്നെയാണ്. ആ അന്വേഷണത്തിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അന്വേഷണങ്ങൾ നടക്കുന്നതും അതിൽ ക്രമക്കേടുകൾ എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് പിന്നീട് അവരുടെ പരിശോധനയിൽ വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇത് നിർമ്മാതാവിനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ്, അതായത് ഇതിലേക്ക് പണം മുടക്കിയ ഒരാളെ തുക ലാഭവിഹിതമോ മറ്റൊരു പണമോ നൽകിയില്ല എന്ന് പറഞ്ഞ് നിലവിലൊരു പരാതി നിലനിൽക്കുന്നുണ്ട്, നിലവിലൊരു കേസടക്കം നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഇതിലേക്ക് വരുവാനുള്ളൊരു സാഹചര്യം കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു പരാതി അടക്കം വരുന്നത്. ഈ ആദായ നികുതി വകുപ്പ് ആവശ്യം നികുതി വേണ്ടത്ര രീതിയിലേക്ക് വന്നിട്ടില്ല എന്നതടക്കം നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. തങ്ങൾക്ക് കിട്ടിയ ലാഭത്തെക്കാളും അതിന് അർഹമായ രീതിയിൽ രാജ്യത്തിന് നൽകേണ്ട നികുതി അത് ഒടുക്കിയിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ട് 60 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പ്രാഥമികമായ ഒരു അനുമാനത്തിലേക്ക് ആദായ നികുതി വകുപ്പ് കടന്നു ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസം രണ്ട് സമയങ്ങളിലായിട്ട് പരിശോധന നടന്നു. ആദ്യം ഉദ്യോഗസ്ഥരെത്തി ഇവരുടെ ഒരു ഓഫീസ്, പറവ ഫിലിംസിൻ്റെ ഓഫീസ് സൗബിൻ ഷാഹിറിൻ്റെ ഉടമസ്ഥയുള്ള വീട്ടിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ ഓഫീസിൽ അവിടെ പരിശോധന നടത്തുകയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വരികയും ചെയ്തു. കുറച്ചുകൂടി രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വരികയും ചെയ്തു. അവിടെ നിന്ന് ആവശ്യമായ രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വിശദമായ ഒരു പരിശോധന അടക്കം നടന്നു വരികയാണ്. ഇതിൽ തീർച്ചയായും സൗബിൻ അടക്കം നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവിടുന്ന് വന്ന പണം, ഇവരുടെ മറ്റു ബിസിനസ്സുകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ലഭിച്ച പണം എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത്, അത് ഏതെല്ലാം മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്തരം നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലും വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വിവരശേഖരണവും പരിശോധനയും എല്ലാമാണ് ഇപ്പോൾ നടക്കുന്നത്. പിടിച്ചെടുത്ത രേഖകൾ, അതിൽ കൃത്യമായ രീതിയിലുള്ള വരവ് ചെലവ് കണക്കുകളും അതോടൊപ്പം തന്നെ ഈ വിതരണ കമ്പനി
കമ്പനിയും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നോട്ടീസ് നൽകി ഇവരെ വിളിപ്പിക്കുക, സൗബിൻ അടക്കമുള്ളവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക വേണ്ടി വരും എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെയാണ് ഈ മറ്റു മേഖലകളിലേക്ക് ഇവർ കടന്നിട്ടുണ്ടോ, അതായത് അനുബന്ധമായ വേറെ ഏതെങ്കിലും വ്യവസായങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ബിനാമി കമ്പനികളടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ആദായ നികുതി വകുപ്പ് തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഇതിൽ വിശദമായൊരു പരിശോധനയാണ് ലക്ഷ്യമിടുന്നത്. അതുമാത്രവുമല്ല, മറ്റൊരു കമ്പനി കൂടി ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിലുണ്ട്. അതും സിനിമാ നിർമ്മാണ കമ്പനി തന്നെയാണ്. അതിൽ പൊതുവായി കണ്ടുവന്നേക്കുന്നത് ഈ പറവ ഫിലിംസിലും അതോടൊപ്പം തന്നെ മറ്റൊരു കമ്പനിയിലും പണമായിട്ട് അതിൽ അവർക്ക് നിർമ്മാണ സഹായധനമായിട്ടെല്ലാം തന്നെ നൽകിയിരിക്കുന്നത് ഒരേ വ്യക്തി തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഴ്സിൽ തന്നെയാണ് മുഴുവൻ പൈസയും ഇവിടേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത്. ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള പണമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്, അയാൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് ഇവിടേക്ക് പണമായിട്ട് എത്തുന്നുണ്ടോ, അങ്ങനെ ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഇടനിലമായിട്ടെല്ലാം തന്നെ സിനിമാ ലോകം മാറുന്നു എന്ന് നേരത്തെ തന്നെയും വാർത്തകളുണ്ടായിരുന്നു. അതിൽ എത്രത്തോളമാണ് മലയാള സിനിമാ രംഗത്തിൻ്റെ പങ്ക് എന്നതാണ് ഇനി. അതാണ് ഡാനി നമുക്കൊരു സംശയം ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ആദ്യമായിരിക്കില്ല, അതിന് മുൻപ് ചില സിനിമകളൊക്കെ കളക്ഷൻ പറ്റിയിട്ടുണ്ട്. അത് ചെറിയ സിനിമകൾ, ഈ മഞ്ഞുമൽ ബോയ്സ് പോലെ വലിയ സൂപ്പർ താരങ്ങളില്ലാത്തൊരു പടം 200 കോടി രൂപ കളക്ട് ചെയ്യുന്നു എന്ന കണക്ക് വരുന്നു. തമിഴ്നാട്ടിൽ ഇത് ബമ്പർ ഹിറ്റാണെന്ന് പറഞ്ഞു, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് എന്ന് പറയുന്നു. തുടർന്ന് അത് മലയാള സിനിമയുടെ ഒരു വളർച്ചയാണ് എന്ന് കരുതിയ സ്ഥാനത്താണ് പിന്നീട് ഇതിന് പിന്നിലുള്ള നിരവധി കള്ളക്കളികൾ പുറത്തു വരികയും ഈ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാതാവാണ് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, അയാളുടെ 8 കോടി രൂപ വാങ്ങുന്നു, പണം 1 രൂപ പോലും തിരിച്ചു കൊടുക്കുന്നില്ല. കളക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ കൈമലർത്തുന്നു, കൂടുതൽ നിർമ്മാണ ചിലവായി എന്ന് പറയുന്നു. ആദായ നികുതി വകുപ്പിനെ പോലും ഈ നിർമ്മാണ ചിലവ് പെരുപ്പിച്ച് കാട്ടി വഞ്ചിക്കുന്നു. അങ്ങനെ ഈ സൗബിൻ ഷാഹിർ എന്ന മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ, കത്തിജ്വലിച്ചു നിന്ന ഒരു നടൻ വളരെ പെട്ടെന്ന് അപ്രസക്തനാവുകയാണ്. സിനിമ ഇൻഡസ്ട്രിക്ക് നാണക്കേടുണ്ടാക്കുകയാണ്. അവിടെയാണ് കള്ളപ്പണം വരുന്നുണ്ടോ? അതുമാത്രമല്ല, നമുക്കറിയാം ഈ സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയുമായി ബന്ധപ്പെട്ട് ഈ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വകുപ്പിൻ്റെയൊക്കെ പല കേസുകളിലും സമയമെടുത്താണ് അന്വേഷണം പൂർത്തിയാക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഗുരുതരമായ കണ്ടെത്തലുകൾ അവർ നടത്തിക്കഴിഞ്ഞു എന്നതും പ്രധാനമാണ്. ഇനിയും അങ്ങോട്ട് അത്ര എളുപ്പമല്ല സൗബിനും കൂട്ടർക്കും രക്ഷപ്പെടുക. രഞ്ജിത്ത്, ഇക്കാര്യങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ തന്നെ കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം അങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒരേ സമയം തന്നെ EDയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും അന്വേഷണം സമാന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. രണ്ടും രണ്ട് മേഖലകളിലാണ് എങ്കിൽ കൂടിയും ഇത് രണ്ടും സാമ്പത്തികമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവരുടെ ചരിത്രവും കാര്യങ്ങളും എല്ലാം കൂടി പരിശോധിക്കുന്നു എന്നതാണ്. ഏത് രീതിയിലുള്ള പണമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്, അവർ എങ്ങനെയെല്ലാമാണ് ഇതൊക്കെ മാറ്റിയെടുക്കുന്നത് എന്നതാണ്. രഞ്ജിത പറഞ്ഞതുപോലെ നമ്മൾ ഈ വെളിച്ചത്തിൽ വലിയ രീതിയിലെല്ലാം ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. കാരണം ഇത് മലയാള സിനിമയുടെ ചരിത്ര വിജയം എന്നെല്ലാം പറഞ്ഞ് പല സിനിമകളും ആ രീതിയിലേക്ക് ലേബലൊട്ടിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ വിജയം നേടിയതാണോ, അതോ ഇത് ഈ സിനിമ പോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറത്തുണ്ടോ എന്നതൊക്കെ എല്ലാം പരിശോധിക്കണം. കാരണം നിർമ്മാണ ചെലവ് ഒരു വശത്തെ വർദ്ധിച്ചു എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. പിന്നീട് പല സിനിമകളും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ആഘോഷമായി മാറുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നതാണ്. പണ്ട് സിനിമകൾ ഒരുപാട് ദിവസങ്ങൾ ഓടണം, കാരണം നമുക്കറിയാം അതിന് റിലീസിങ് തിയേറ്ററുകളൊന്നും അധികം ഉണ്ടാകാറില്ല. ഇന്ന് അങ്ങനെയല്ല, ഇത് വേൾഡ് വൈഡ് റിലീസിംഗ് ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഷോ എല്ലാം തന്നെ വരുന്നതാണ്. അതുകൊണ്ട് അത്രയും ദിവസമൊന്നും തികച്ച് ഓടേണ്ടിയും വരില്ല. അപ്പോൾ അതിനിടയിൽ തന്നെ ഇത്രയും കോടാനുകോടി രൂപ കളക്ട് ചെയ്തതായെല്ലാം പ്രഖ്യാപനങ്ങളുണ്ടാകുക, കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ കണക്കുകളിലെ യാഥാർത്ഥ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ അത് ഈ ഇത്തരം വിജയങ്ങൾ അവകാശപ്പെടുന്ന ഈ സമീപകാല സിനിമാ ചരിത്രങ്ങൾ അത് എന്തൊക്കെയാണ്, അവരുടെ കൃത്യമായൊരു ഇടപാടുകൾ, അവർ കൃത്യമായ ലാഭം നേടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നതാണോ, ഇതെല്ലാം ഈ അന്വേഷണത്തിലേക്ക് വരുന്നു എന്നതാണ്. സൗബിൻ അത്തരം അന്വേഷണങ്ങളിലേക്ക് ആദായ നികുതി വകുപ്പിനും EDക്കും കടക്കാനുള്ള ഒരു താക്കോലായി മാറുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ കണ്ടെത്തലുകൾ EDയുടെ എൻഫോഴ്സ്മെൻറ്റ് വകുപ്പിൻ്റെ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സൗബിൻ ഷാഹിർ എന്ന നടനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫിലിം കമ്പനിയുമൊക്കെ സംശയനിഴലിലാകുന്ന പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. അങ്ങനെ നമ്മളൊക്കെ ഒരുപാട് ആഘോഷിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ പിന്നിൽ നടന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അത് പുറത്തു വരികയും അത് ഈ സംവിധായകനും നിർമ്മാതാവിനും
ഒക്കെ വലിയ കുരുക്കാകുകയും ചെയ്ത പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഡാനി പോലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത കണ്ണൂർ വളപട്ടണത്ത് നിന്നാണ്. വളപട്ടണത്തെ വൻ കവർച്ചയിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനാവാതെ പോലീസ്. വ്യാപാരി KP അഷറഫിന്റെ വീട്ടിൽ നിന്നും 1 കോടി രൂപയും 300 പവനുമാണ് കവർന്നത്. അതായത് ഏതാണ്ട് 2-3 കോടി രൂപയ്ക്ക് അടുത്തുള്ള പണം കവർന്നു എന്നതുകൂടി. 3 കോടി രൂപയുടെ പണം പോയി, അല്ലെങ്കിൽ അതിനുള്ള മുതൽ പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മോഷണം നടത്താൻ വീടിനകത്ത് കയറിയത് ഒരാൾ മാത്രമാണെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 40 മിനിറ്റിനുള്ളിൽ മോഷണം നടത്തി പ്രതി രക്ഷപ്പെട്ടെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രത്യേക രീതിയിലുള്ള ലോക്കർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തുറക്കാനായതിലും ദുരൂഹതയുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് ലോക്കർ വീട്ടിലെത്തിച്ചത്. അന്വേഷണം ബംഗളൂരുവിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, നമ്മുടെ നാടിനെ ഞെട്ടിപ്പിച്ച ഒരു മോഷണമാണ്. കാരണം 1 കോടി രൂപയൊക്കെ വീട്ടിൽ സൂക്ഷിക്കുക, 300 പവനൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് പല വീടുകളിലും സംഭവിക്കുന്നുണ്ടാകാം. പക്ഷേ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത്രയധികം പണവും സ്വർണവും ഒക്കെ ആരുടെയെങ്കിലുമൊക്കെ പക്കലുണ്ട് എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ കള്ളൻ. അതിവിടെ സംഭവിച്ചിരിക്കുന്നു, പക്ഷേ ആളെ പിടികൂടാനുമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് കൃത്യമായി ഈ വീടും അതുപോലെ തന്നെ വീട്ടുകാരെയും അറിയുന്നവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ മോഷ്ടാവ് ഈ വീടിനകത്ത് കടന്നിരിക്കുന്നത്. അതായത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 40 മിനിറ്റ് കൊണ്ട് ഈ കവർച്ച നടത്തി ഇത്രയും വലിയ തുക ഈ ലോക്കറിൽ നിന്നും, അത് വളരെ പ്രയാസപ്പെട്ട് തുറക്കാൻ പറ്റുന്ന ലോക്കർ 40 മിനിറ്റിനകം തുറന്ന് ഈ 300 പവനും അതുപോലെ തന്നെ 1 കോടി രൂപയും കൈക്കലാക്കി ഈ വീട്ടിൽ നിന്നും ഇയാൾ പുറത്തേക്ക് പോകുന്നു. അത് മാത്രമല്ല, പിന്നീട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഈ മോഷ്ടാവ് ഇതേ വീടിനകത്ത് തന്നെ കയറി എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേ മോഷ്ടാവ് വീണ്ടും ആ വീട്ടിലെത്തുന്നു. തന്റെ ഏതെങ്കിലും സാധനം മറന്നു വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആയിരിക്കാം എത്തിയതെന്നാണ് പോലീസ് നിഗമനം. ഏതായാലും ഈ ലോക്കർ ഉണ്ടാക്കിയ കമ്പനി അവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത്തരത്തിൽ ലോക്കർ വാങ്ങിയത്. ആ സ്ഥലത്ത് ലോക്കർ കമ്പനിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സംഘം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. 300 പവനും 1 കോടി രൂപയും ഇത്തരത്തിൽ മോഷണം പോയി എന്നത്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ തുക ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഏതായാലും ഉടമ അഷറഫ് പരാതി നൽകിയിരിക്കുന്നത് ഈ 1 കോടിയും 300 പവൻ എന്നാണ്. എന്നാലും ഈ മോഷ്ടാവിനെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതെങ്കിലും തരത്തിൽ ദുരൂഹത ഈ സംഭവത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ 10 ദിവസമായിട്ടും ഈ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിയെക്കുറിച്ചുള്ള വലിയ സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിറയെ CCTV ക്യാമറകളുള്ള ഒരു വീട്, വലിയ വീട്, അവിടെ കുടുംബം ഇത്ര ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ കൃത്യമായി വീടിനകത്ത് കയറുന്നു. പിന്നീട് കവർച്ച നടത്തി അതേ ആൾ തന്നെ പിന്നീട് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് വീണ്ടും അതേ വീട്ടിൽ കയറി തന്റെ ഏതെങ്കിലും വസ്തുക്കൾ ഇതിനകത്ത് മറന്നു വെച്ചിട്ടുണ്ടോ എന്നോ ആ രീതിയിൽ തെരച്ചിൽ നടത്തുന്നു. അതിൽ നിന്നൊക്കെ പോലീസിന് കൃത്യമായി മനസ്സിലായത് ഈ വീടുമായി കൃത്യമായി അടുപ്പമുള്ള, അതായത് വീട്ടുകാർ ഇത്ര ദിവസം കഴിഞ്ഞ് മാത്രമേ തിരിച്ചു വരൂ എന്നൊക്കെ അറിവുള്ള ഒരാളാണ് ഈ മോഷ്ടാവ് എന്നാണ്. ഏതായാലും തുടക്കത്തിൽ 2 പേരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നായിരുന്നു പോലീസ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ CCTV മുഴുവൻ പരിശോധിച്ചതിൽ നിന്നും ഒരാൾ മാത്രമാണ് ഈ കവർച്ചയ്ക്ക് എത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മുഖംമൂടി ധരിച്ച നിലയിലാണ്. മുഖം ഏതെങ്കിലും തരത്തിൽ മനസ്സിലാവുന്ന തരത്തിലല്ല ഈ മോഷ്ടാവിന്റെ ചിത്രമുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായി CCTV ക്യാമറകളൊക്കെ ഉണ്ട്. അതിൽ നിന്നും പെടാതെ അതൊന്നും തിരിച്ചറിയാത്ത രീതിയിലാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 3 സംഘങ്ങളാക്കി തിരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ ബാംഗ്ലൂരിലെ ലോക്കർ കമ്പനിയിൽ നടത്തുന്ന ഈ അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചതിൽ ഈ മോഷ്ടാവിന്റെ ചിത്രം ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ വീട്ടിലെ CCTV ക്യാമറയാണ് ഇതിൽ നിർണായകമാവുക. ആ CCTV ക്യാമറയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ആദ്യ വിഷ്വൽസും ഒപ്പം 2ാം ദിവസം ഈ വീടിനകത്ത് കയറിയപ്പോൾ 10 മിനിറ്റ് മാത്രമാണ് ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നത്. ഇതേ അടുക്കള ഭാഗം ഗ്രിൽസ് തകർത്ത് തന്നെയാണ് ഇയാൾ അകത്ത് കടന്നത്. 2ാം ദിവസവും അടുക്കള ഭാഗത്തെ ഗ്രിൽസിലൂടെ തന്നെയാണ് വീടിനകത്ത് കടന്നത്. ആ വീടിനകത്ത് ഇയാൾ ഇതിനകത്ത് കയറിയതിനു ശേഷം 10 മിനിറ്റിനകം തിരിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങളുള്ളത്. പിന്നീട് ഇയാൾ ട്രെയിൻ കയറി ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനമാണ് പോലീസ് പറയുന്നത്. അത് ഡോഗ് സ്ക്വാഡ് നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലും വ്യക്തമായത് അതാണ്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ ഡോഗ് സ്ക്വാഡ് ഈ പോലീസ് നായ മണം പിടിച്ച് എത്തിയത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ മാർഗം ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന ഒരു നിഗമനമാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഏതായാലും ബാംഗ്ലൂരിലെ അന്വേഷണം നിർണായകമാണ്. ഇനി അതായത് ഈ ലോക്കർ എന്ന് പറയുന്നത് ഇത്ര വലിയ, നമുക്കറിയാം, ഇത്ര കോടി രൂപയും ഇത്ര പവൻ സ്വർണവും ഒക്കെ സൂക്ഷിക്കണമെങ്കിൽ ഈ വ്യാപാരിയുടെ ആസ്തി എത്രയാണ് എന്നുള്ളത് നമുക്ക് ആർക്കും
ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ലോക്കർ അത് പ്രത്യേക സംവിധാനമാണ്, ആർക്കും പൊളിക്കാനാവാത്ത സംവിധാനമായ ഒരു പക്ഷേ അത്ര സുരക്ഷിതമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു സംവിധാനമാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുന്നു, അത് തുറക്കാനാവുന്നു, പൊളിക്കാനാവുന്നു. ഈ സുരക്ഷിതത്വമൊക്കെ എന്താണ് ഈ കള്ളന് വളരെ പെട്ടെന്ന് ഭേദിക്കാനാവുന്നു. അതിൻ്റെ അർത്ഥം ഇത് അങ്ങനെ ഒരു ലോക്കർ ഉണ്ടെന്നും അത് എങ്ങനെ പൊളിക്കാനാകാമെന്നും അതെങ്ങനെ അത് ഉപയോഗപ്പെടുത്താനാകുമെന്നും ഒക്കെ അറിയാവുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ബാംഗ്ലൂരിലേക്ക് കൂടി, അതായത് ലോക്കർ കൊണ്ടുവന്ന കമ്പനിയിലേക്ക് കൂടി, അങ്ങനെയും സാധ്യതകളുണ്ടല്ലോ. അല്ലെങ്കിൽ ലോക്കൽ കൊണ്ടുവന്നവരുണ്ടാവാം, ലോക്കർ നിർമ്മിച്ച കമ്പനി ഉണ്ടാകാം, അത്ര അധികം സാധ്യതകൾ കൂടി കിടപ്പുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ പോലീസ് മറ്റു പല ലക്ഷ്യങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഈ വലിയ സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കർ എന്നാണ് പോലീസ് പറയുന്നത്. അത് അത്ര പെട്ടെന്നൊന്നും അതിന്റെ താക്കോൽ കിട്ടിയാൽ പോലും തുറക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കറാണ്. അത് അത്ര പെട്ടെന്ന് 40 മിനിറ്റിനകം തന്നെ ഇതൊക്കെ കൈക്കലാക്കി ഈ സ്വർണവും പണവും ഒക്കെ ഈ ലോക്കർ തുറന്ന്, ഈ ലോക്കറിന്റെ താക്കോൽ ലോക്കർ തകർത്തല്ല ഈ മോഷ്ടാവ് ഈ പണവും സ്വർണവും അപഹരിച്ചത്. ഈ ലോക്കറിന്റെ താക്കോൽ തൊട്ട് അടുത്ത മുറിയിലെ ഒരു ഷെൽഫിൽ സൂക്ഷിച്ചിരുന്നു. അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ അവിടെ നിന്നും ഈ താക്കോൽ എടുത്തതിന് ശേഷം ഈ ലോക്കർ തുറന്നാണ് ഈ സ്വർണവും പണവും ഒക്കെ കൊണ്ടുപോയത്. അത് വലിയ സാങ്കേതിക വിദ്യയുള്ള ഒരു ലോക്കറാണ്. അത് അത്ര പെട്ടെന്നൊന്നും തുറക്കാൻ പറ്റില്ല എന്നാണ് പോലീസ് പറയുന്നത്. അത് താക്കോൽ ഉണ്ടെങ്കിൽ പോലും അത്ര പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത ഒരു ലോക്കർ എങ്ങനെ ഇത്ര വേഗം 40 മിനിറ്റിനകം തന്നെ ഇതൊക്കെ കയറി സാധിച്ച് ഈ മോഷ്ടാവ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നതാണ് പോലീസ് ഈ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു കാരണം. ഏതായാലും ഈ ലോക്കർ കമ്പനിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഈ സൂചനകൾ ലഭിക്കുന്നുണ്ടോ എന്നറിയാനാണ് പോലീസിന്റെ ഒരു സംഘം ഏതായാലും അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇതിൽ നിലവിൽ ഈ പ്രതികളെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായി ആ രീതിയിൽ CCTV ക്യാമറകളൊക്കെ ഈ വീടിന് ചുറ്റും ഉണ്ട് എന്ന് അറിയുന്ന ഒരാൾ അത് മുഖം മറച്ച് ഏതെങ്കിലും തരത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള നടത്തിയ ഒരു കവർച്ചയാണ്. അത്രയും വലിയൊരു കവർച്ച നടന്നിട്ടും പോലീസിനെ ആ രീതിയിൽ മറ്റ് CCTV ആ പ്രദേശത്ത് എവിടെയൊക്കെ CCTV ക്യാമറകളുണ്ടോ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് ഈ പ്രദേശം നിരീക്ഷിച്ച് ഈ വീട്ടുകാരെ നിരീക്ഷിച്ചതിന് ശേഷം നടത്തിയ ഒരു കവർച്ചയാകാം. അതല്ലെങ്കിൽ ഈ ലോക്കറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഈ വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അത് ഈ CCTV ക്യാമറയിൽ പതിഞ്ഞ ഈ വ്യക്തി അത് 40 മിനിറ്റ് ആദ്യ ദിവസവും പിന്നീട് രണ്ടാം ദിവസം 10 മിനിറ്റ് ഇതിനകത്ത് ഇയാൾ കയറി അതിന് തെരച്ചിൽ നടത്തി, അതിനുശേഷം ഇയാൾ പിന്നീട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാം ദിവസം, അതായത് 22-ാം തീയതി ആയിരിക്കും ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ഏതായാലും കുടുംബം ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ വീട് ഇത്തരത്തിൽ തകർത്ത നിലയിലും സ്വർണവും പണവും നഷ്ടപ്പെട്ടതും ഒക്കെ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് വളപട്ടണം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ASPയുടെ നേതൃത്വത്തിൽ 3 അംഗ പ്രത്യേക സംഘം ഇത് രൂപീകരിച്ച് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒന്ന് സംസ്ഥാനത്തിന്റെ അകത്തു നിന്നുള്ള ഒരു തെരച്ചിലാണ്. അതിനുശേഷം ബാംഗ്ലൂരിലും ഒപ്പം തമിഴ്നാട് കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ബൈജു ആണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. പോയത് ചില്ലറയൊന്നുമല്ല, 1 കോടി രൂപയും 300 പവനും. 300 പവന്റെ ഇപ്പോഴത്തെയൊക്കെ സ്വർണ്ണവില അനുസരിച്ച് എത്ര ലക്ഷം, എത്ര കോടി രൂപയാകുമെന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഏതാണ്ട് 57,000 രൂപയുണ്ട് 1 പവൻ സ്വർണത്തിൻ്റെ വില. 300 പവൻ എന്ന് പറയുമ്പോൾ അതും ഏതാണ്ട് 1.25 കോടി രൂപയ്ക്ക് അടുത്ത് വരും. 1 കോടി രൂപയും ഇത്രയും സാധന സാമഗ്രികൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് ഒരാഴ്ചത്തേക്ക് ഈ കുടുംബം ടൂറ് പോയത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അപ്പോൾ എല്ലാം അറിയാവുന്ന ഒരാൾ, ഇത്രയധികം പണവും സ്വർണവും അവിടെ ഉണ്ട് എന്നറിയാവുന്ന ഒരാൾ ഇതാ വരുന്നു. സുഖമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന, അതും ലക്ഷങ്ങൾ വിലയുള്ള ലോക്കർ വളരെ പെട്ടെന്ന് പൊട്ടിച്ച് താക്കോലെടുത്ത് അത് തുറന്ന് സ്വർണവും പണവുമായി കടക്കുന്നു. നമ്മുടെ കേരള പോലീസ് ആകട്ടെ അമ്പരന്ന് പുറത്ത് ഇതാരാണ് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു. അതാണ് ഈ സാഹചര്യം. ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് കടകംപള്ളി വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് CPM രേഖകൾ കൃത്യമായി സൂക്ഷിക്കാതെ അഴിമതിക്ക് കളമൊരുക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഉപരോധ സമരം. UDF ഭരണകാലത്ത് ഭൂമി തട്ടിപ്പ് നടന്ന വില്ലേജാണ് കടകംപള്ളി. ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചില്ലെങ്കിൽ പഴയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് CPM നേതാക്കൾ പറഞ്ഞു. എൻ്റെ പേരിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് നാളെ അത് താങ്കളുടെ പേരിലാക്കുന്ന ഒരു സ്ഥിതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കരമടയ്ക്കുന്ന റെസീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നിരവധി ആളുകൾ ദിവസവും വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരൊരു തുണ്ടെഴുതി കൊടുക്കും. 10, 15, 20 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് വരാൻ പറയും. ഇങ്ങനെ നിരവധി ദിവസം നടത്തിയും മാസങ്ങളായാലും അത് നടത്തി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഏജൻറ്റുമാരായിട്ടുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് അവർ പൈസ കൊടുത്താൽ അവരുടെ അപ്പോൾ തന്നെ ശരിയായി കൊടുക്കും.
ഓഫീസിൻ്റെ സമയം കഴിഞ്ഞു ഇവിടെ ഇരുന്ന് ഈ ഭൂമാഫിയകൾക്കും വസ്തു വിൽപ്പനക്കാർക്കുമൊക്കെ കൃത്യമായും പൈസ വാങ്ങിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്നത്, കൂട്ടമായി ലീവ് എടുത്തുകൊണ്ട് ഈ ആളുകളെ പരീക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ്. CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസ് ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാൻ, ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ BJP പ്രവർത്തകരുടെ ഉപരോധവും സമരവും ഒക്കെ ആയിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസിലെ ഒരു ജീവനക്കാരൻ പോലും എത്തിയില്ല ജോലിക്ക്. ഒരു താൽക്കാലിക ജീവനക്കാരിയെ കണ്ടു, മറ്റൊരു ഓഫീസിൽ നിന്ന് ഒരാളെ നിയമിച്ച് ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു. അങ്ങനെ എന്നും ആരോപണ വിധേയമായ ഒരു വില്ലേജ് ഓഫീസ്, കടകംപള്ളി വില്ലേജ് ഓഫീസ്, നേരത്തെയും നമ്മൾ ഈ വിഷയം കേട്ടതാണ്. കഴിഞ്ഞ UDF ഭരണകാലത്തുമൊക്കെ ഈ കടകംപള്ളി വില്ലേജ് ഓഫീസ് ഏറെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ഓഫീസായിരുന്നു. ഇപ്പോൾ വീണ്ടും സംഭവിക്കുകയാണ്. എന്താണ് ഈ ഓഫീസിൽ സംഭവിക്കുന്നത്? എന്താണ് ഭരണകക്ഷിയായ CPM തന്നെ ഇങ്ങനെ ഉപരോധത്തിന് ഇറങ്ങിത്തിരിച്ചത്? ഈ കടകംപള്ളി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിഷേധവുമായി CPM ഇന്ന് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അവർ ഉദ്യോഗസ്ഥരെ ഓഫീസിനുള്ളിൽ കയറ്റാൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലും ഉദ്യോഗസ്ഥ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലാണ് CPM പ്രവർത്തകരുള്ളത്. കഴിഞ്ഞ ദിവസം ഈ CPM പ്രവർത്തകർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ ഒന്നടങ്കം ലീവ് എടുത്ത് പ്രതിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം. പിന്നീട് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥരെ മാത്രം പേരിന് വേണ്ടി ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ അവിടെ വിനിയോഗിക്കുന്നു. പക്ഷേ ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടാകുന്നു. BJP അത് ഏറ്റെടുക്കുന്നു. വലിയ തരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നു. അതിനിടയിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിൽ ഇടപെടലുണ്ടാകുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പുവരുന്നു. അങ്ങനെ ഒരു വഴിയായി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇന്ന് ഓഫീസിലേക്ക് ജീവനക്കാർ എത്തിയത്. പക്ഷേ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവരെ തടയുകയായിരുന്നു. അതായത് തണ്ടപ്പേര് മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ വരുന്നുണ്ട്. ഈ കടകംപള്ളി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പ്രവർത്തികൾ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വകുപ്പിന് മാറുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് CPMൻ്റെ പ്രാദേശിക നേതാക്കളടക്കം മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അനുനയ നീക്കത്തിൻ്റെ ഭാഗമായി റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകാനാണ് സാധ്യത. കാരണം ഭരിക്കുന്ന വകുപ്പിന് പോലും, അല്ലെങ്കിൽ ഭരിക്കുന്ന മന്ത്രിക്ക് പോലും ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ ഒക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള നടപടികളും എടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം ഒരു വശത്ത് ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി CPM പ്രവർത്തകർ തന്നെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഇന്നലത്തെ പ്രതിഷേധം, അതിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അന്വേഷിക്കാൻ ADM നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ എന്തെങ്കിലും പ്രതികരണമുണ്ടോ ഡാൻ? കാരണം ഇത്രയധികം ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഓഫീസ്, ഏത് തരത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നതും പ്രധാനമാണല്ലോ. അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ടി വരുമോ? അങ്ങനെ കാത്തിരിക്കാൻ തന്നെയാണ് സാധ്യത. പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. പക്ഷേ അവർ കടുത്ത അമർഷത്തിലാണ്. അവരെ സുഗമമായി ഓഫീസിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല പ്രാദേശിക CPM നേതാക്കൾ എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസം അവർ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസറും CPMലെ ചില നേതാക്കളും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു. ആ തർക്കം ഭീഷണിക്ക് വഴിമാറുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ ജീവനക്കാരും കൂട്ടത്തോടെ അവധിയെടുത്ത് പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. അവിടെ സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് ലഭ്യമാകേണ്ട അവശ്യ സേവനങ്ങൾ ലഭ്യമാകുന്നത് തടസ്സപ്പെടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അതിന് പിന്നാലെയാണ് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ വിഷയത്തിൽ ഇടപെടലുണ്ടാകുന്നത്. മന്ത്രി K. രാജൻ തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അതിനുശേഷവും CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും പ്രശ്നപരിഹാരത്തിന് വേണ്ടി അനുനയ നീക്കത്തിന്റെ ഭാഗമായി നടത്തുക എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. Agencies presents News 18 Kerala DR 2024. സൈജോട്ടെ സപ്പോർട്ട് ചെയ്തപ്പോൾ സൈജോട്ടെ നായനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തു. കോട്ടിട്ടുണ്ടല്ലോ കുറെ കാലം പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നപ്പോൾ നമ്മൾ തന്നെ വിട്ട പേരാണ്. വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ അവള് പറയും ചേട്ടാ പാത്രം കഴുകേണ്ട ഒരു കണ്ടന്റ് ഉണ്ട്.
എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. പൊളിക്കാതിരിക്കാൻ പറ്റുമോ? മാറത്തൂറക്കാനിന്നോളം കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരി വാഴണ പെണ്ണാള്. എല്ലാ സിനിമയിലും ഞാൻ സ്കൂളിലിരുന്നപ്പോഴാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. അതിന്റെ എല്ലാ കാരണക്കാരൻ ലാലേട്ടൻ തന്നെയാണ്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങേണം. Pittapillil Agencies presents News 18 Keralam DIA Digital Influencer Award 2024. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. Powered by Amrit Veni. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Co-powered by Ponkadir. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. And Reliance Industries Limited. Special partners Maharani Wedding Collections. Brides of Maharani. Wedding festival from Maharani Wedding Collections, Todupuzha. Every bride is a Maharani. Petra Steel Doors. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. And Vincos Curry Powder. വിൻകോസ് മസാലകൾ, കറി പൗഡറുകൾ. പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. Travel partner Switrus Holidays Private Limited. സ്വിട്രസ് യൂറോപ്യൻ ഗ്രൂപ്പ് ടൂറുകൾ ഇനി എല്ലാ ആഴ്ചയിലും. In association with UGS ഗ്രൂപ്പ്. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പരിശുദ്ധ സ്വർണത്തിന്റെ തിളക്കവുമായി സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. Sunidra, the joy of good sleep. MyG Future. Future is smart. ബംഗളൂരുവിൽ അസം സ്വദേശിനി മായ ഗോയിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് പ്രതിയായ കണ്ണൂർ സ്വദേശി ആരവ് ഹനോയിയുടെ മൊഴി. നവംബർ 24 അർദ്ധരാത്രിയോടെയാണ് മായയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു. എന്നാൽ കുരുക്ക് മുറുകാതിരുന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചുവെന്നും ആരവ് മൊഴി നൽകി. മായയ്ക്ക് മറ്റാരോടോ അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, എന്താണ് ഇയാൾ നൽകിയ മൊഴി? ഏതൊക്കെ തരത്തിലാണ് ഈ അരും കൊല ഇയാൾ നടത്തിയത്? രഞ്ജിത്ത്, അതിനു മുമ്പ് ഇതിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്നത് ഈ കോടതിയിൽ ഹാജരാക്കിയ പ്രതി ആരവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം. പോലീസിനെ കൂടുതൽ ഇയാളിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്തതിൽ ഇന്നലെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ മൊഴി മാറ്റി മാറ്റി പറയുന്നതായാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിയെ കോടതി ഇപ്പോൾ പോലീസിന് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും ഈ പ്രതി കടുത്ത വിഷാദ രോഗത്തിന് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവതിയുമായി മായയുമായി 6 മാസത്തെ ബന്ധമാണ്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. 6 മാസത്തെ ബന്ധം മാത്രമാണ് ഇവർ തമ്മിലുള്ളത്. ഇവർ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ തുടർന്നുണ്ടായ കലഹമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനുശേഷം ഈ ആരവ് ആത്മഹത്യക്കും ശ്രമിച്ചിരുന്നു. ഇതേ കയർ ഉപയോഗിച്ചായിരുന്നു ഈ ഫാനിന് കെട്ടി തൂങ്ങാനുള്ള ഒരു ശ്രമം നടന്നത്. പക്ഷേ കുരുക്ക് മുറുകാത്തതിനെ തുടർന്ന് ഇയാൾ ആ ശ്രമം പിന്മാറുകയായിരുന്നു. ഏതായാലും 23-ാം തീയതിയാണ് ഈ സർവീസ് അപ്പാർട്ട്മെന്റിൽ ഇവർ മുറിയെടുക്കുന്നത്. ആ CCTV ദൃശ്യമാണ് പോലീസിന് ലഭിച്ചത്. അതിനുശേഷം 24-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഈ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തിയതിനു ശേഷം 36 മണിക്കൂറോളം ഇതേ മുറിയിൽ ഈ ആരവ് കഴിയുന്നു. ഭക്ഷണമൊക്കെ ഓൺലൈനായി ഓർഡർ ചെയ്ത് ഈ മുറിയിലകത്ത് നിന്ന് തന്നെ കഴിക്കുന്നു. അതിനുശേഷം 26-ാം തീയതി രാവിലെ 8:30 ഇവിടെ നിന്നും ഒരു യൂബർ ടാക്സിയിൽ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയും പിന്നീട് അവിടെ നിന്നും ഉത്തരേന്ത്യയിലേക്ക് കടക്കുകയാണ് ചെയ്തിരുന്നത്. ഇയാൾ വാരണാസിയിലേക്കാണ് പോയത്. പിന്നീട് ഇയാൾ വാരണാസിയിൽ എത്തിയപ്പോഴാണ് ഇയാൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തതും ഈ മുത്തശ്ശനെ വീട്ടിലേക്ക് വിളിക്കുന്നു. അപ്പോൾ മുത്തശ്ശനാണ് ഇത്തരത്തിൽ പോലീസിൽ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. ഏതായാലും താൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന് പിന്നീട് മുത്തശ്ശനോട് സമ്മതിക്കുകയും പിന്നീട് പോലീസുമായി ഇത്തരത്തിൽ ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ബംഗളൂരുവിലെ എയർപോർട്ടിന് റോഡിലുള്ള ദേവനഹള്ളി എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പക്ഷെ അപ്പോഴും പോലീസിന് ഇനി കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. 21 വയസ്സുകാരനായ ഇയാളുടെ ഈ ആരവിന്റെ ഫോൺ കോൾ പരിശോധിച്ചതിൽ നിന്നും കഴിഞ്ഞ 6 മാസമായി ഇയാൾ ഈ
മായയുമായി മാത്രമേ ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുള്ളൂ, ടെലിഫോൺ കോളുകൾ വിളിച്ചിട്ടുള്ളൂ, മണിക്കൂറുകളോളം ഇത്തരത്തിൽ മായയുമായി സംസാരിച്ചതിന്റെ രേഖകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാൾക്ക് അടുത്ത സംശയമുണ്ടായിരുന്നു, ഇയാൾ മറ്റൊരാളുമായി ഈ മായക്ക് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള, അതൊക്കെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു. വളരെ ഹീനമായ ഒരു കൊലപാതകമായിരുന്നു. ഈ പ്ലാസ്റ്റിക് കയറ് കഴുത്തിന് മുറുക്കിയതിന് ശേഷം ഈ കത്തി ഉപയോഗിച്ച് പലതവണ കുത്തി ആയിരുന്നു ഈ കൊലപാതകം നടത്തിയത്. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഈ മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ഏതായാലും ഇയാൾ 23-ാം തീയതി മുറിയെടുക്കുന്നു. 24-ാം തീയതിയാണ് ഇയാൾ ഈ വസ്തുക്കൾ, ഈ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും അതുപോലെ തന്നെ കയറും ഓൺലൈൻ വഴി വാങ്ങുന്നത്. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ 26-ാം തീയതി ഇവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയുള്ള ഒരു കേസാണ്. കാരണം ആസാം നിന്നുള്ള ആസാം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം, ഒപ്പം കേരളത്തിൽ നിന്നുള്ള പ്രതി, തോട്ടട സ്വദേശിയായ പ്രതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു ഈ അന്വേഷണം. തീർച്ചയായും അങ്ങനെ പോലീസ് യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അസം സ്വദേശി മായ ഗൊഗോയിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന പ്രതിയുടെ മൊഴി, ആരവ് ഹനോയുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് അപ്ഡേറ്റ്സുമായി TG സജിത്ത് ചേരും.